ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ 2 ബീട്രൂട്ട് എടുത്ത് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞതിന് ശേഷം കുഞ്ഞി ആക്കിയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി അതിലേക്കൊരു ചട്ടി വെച്ച്, ഇപ്പോൾ ഏത് ചട്ടി വേണമെങ്കിലും എടുക്കാം. ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഈ ചട്ടിയിലേക്ക് ബീട്രൂട്ട് ഇട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം, ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം ഇതിലേക്ക് ഉപ്പ് കൂടാൻ വളരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിട്ടെടുത്ത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇനി അവസാനം ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ അതും കൂടി ഇട്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. ഇടയിലൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മളത് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 5 മിനിറ്റ് ആവുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങ ചിരകി അതിലേക്ക് 3 ഉള്ളി, ഒരു 4-5 മുളകൊക്കെ ഇട്ട്, പച്ചമുളകിട്ട് അത് ഒന്ന് അരക്കണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഇത് തുറന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ അരക്കുമ്പോൾ വേപ്പിൻ്റെ ഇല ഇടണമായിരുന്നു. ഞാനത് വീഡിയോ എടുത്തിരുന്നു, അതിപ്പോൾ പോയി എൻ്റെ അടുത്ത് നിന്ന്. ഞാൻ എടുക്കാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങൾ വേപ്പിൻ്റെ ഇലയും കൂടി കുറച്ചിട്ടിട്ട് അരക്കുക. അപ്പോൾ ഈ ഒരു ഇതിലാണ്, ഇങ്ങനെയാണ് അരപ്പ് വേണ്ടത്. എന്നിട്ട് നമുക്കതിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള തൈര് നിങ്ങൾ എടുക്കണ തേങ്ങയ്ക്ക് അനുസരിച്ചിട്ട് തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അത് തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ മറന്നതാണ്. അപ്പോൾ ഞാൻ തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന്, ഞാൻ പറഞ്ഞല്ലോ ഉപ്പ് കുറഞ്ഞു പോയിരുന്നു, അപ്പോൾ കുറച്ചുകൂടി ഉപ്പിട്ടെടുത്തു. നിങ്ങൾക്ക് കറക്റ്റ് അളവ് അറിയാവുന്നുണ്ടെങ്കിൽ അത്ര ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നടി മിക്സ് ചെയ്ത്, ഉപ്പിട്ടതല്ല, അപ്പം നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒരിക്കൽ നമ്മൾ കൂട്ടി വെക്കാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കാരണം പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒന്ന് ഫ്ലെയിം കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നാക്കിയിട്ട് എന്ത് ചെയ്യാം, ഒന്നൊന്ന് അടച്ച് വെക്കുക നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിത് തീയിൽ നിന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വെള്ളത്തിൻ്റെ അംശം അതിലുണ്ടാകാൻ പാടില്ല, വെള്ളം കൂടി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശമില്ലാതെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുമ്പോൾ മേത്തൊന്നും തെറിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ചുവന്ന മുളക് ഒരു 3 പീസൊക്കെ ആക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളുടെ പച്ചടി റെഡിയായി വെച്ചില്ലേ, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായില്ലെന്ന് പറയണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.